ആലോചിക്കട്ടെ. അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കാണ്ടിരിക്കുന്നവർ എന്നിട്ടും ചോര വീഴ്ത്തണം. വേണ്ടാന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോ അമ്മായി, ഒരു സന്തോഷ വാർത്ത. നമുക്ക് പൊടി പൊടിക്കണം. 1000 ആളുകൾക്കെങ്കിലും സദ്യ കൊടുക്കണം. എന്താണ് നാണുക്കുട്ട, വല്ല കല്യാണമുണ്ടോ? മലയാളത്തിൽ ആദ്യമായി ഭരത് അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ മലയാളത്തിന് സമ്മാനിച്ച നടൻ, അതാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കനായ PJ ആന്റണി. വെറും വഴിപാട് മാത്രം, വേറൊന്നുമില്ല. എന്നിട്ടും ചോര വീഴ്ത്തണം. വേണ്ടാന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോ അതുല്യ പ്രതിഭാശാലിയായ കലാകാരനാണ്. MD സംവിധാനം ചെയ്ത് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത നിർമ്മാല്യ എന്ന ചിത്രത്തിൽ വെളിച്ചപ്പാടായി അഭിനയിച്ചത് ഇന്ത്യൻ ജനതയെ മൊത്തം കോരിത്തരിപ്പിച്ച ആ അഭിനേതാവിന് കിട്ടിയ അംഗീകാരമായിരുന്നു. അത് മലയാളത്തിന് കിട്ടിയ ആദ്യത്തെ ഭരത് അവാർഡ്. ഭരത് PJ ആന്റണി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ആ നടനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ അഭിനയ ശൈലിയുടെ ഉടമസ്ഥനായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ 100ാം വർഷമാണ്. പക്ഷെ ആരും 1925 അദ്ദേഹം ജനിച്ചത്. പലരും 100 വർഷം തികയ്ക്കുന്നു, പലരുടെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിലെ പ്രതിഭാധനനായ എഴുത്തുകാരൻ്റെ, നാടകൃത്തിൻ്റെ, ഗായകൻ്റെ, ഗാനരചയിതാവിൻ്റെ, സിനിമാ സംവിധായകൻ്റെ ഒരു 100ാം വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സെല്ലുലോയിഡ് അദ്ദേഹത്തിനെ പറ്റി ഓർക്കുന്നത്. സാധാരണക്കാരായ പ്രേക്ഷകന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ മഹാനുഭാവനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ തല കുനിഞ്ഞു പോവുകയാണ്. അത്രയ്ക്കും അദ്ദേഹം നമ്മൾ തലകുനിച്ച് നമസ്കരിക്കപ്പെടേണ്ട അപൂർവം ചില അഭിനേതാക്കളിൽ ഒരാളാണ്. ഭാവാഭിനയത്തിൻ്റെ ആ കണ്ണുകൾ കൊണ്ട് കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു അതുല്യ പ്രതിഭാശാലിയാണ് അദ്ദേഹം. എറണാകുളത്താണ് ജനിച്ചത്. സാധാരണ ഒരു വീട്ടിൽ ജനന, ദാരിദ്ര്യം ആ കാലഘട്ടത്തിലെ പോലെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരും അറിയാതെ പട്ടാളത്തിൽ ചേരാൻ വരിക. എറണാകുളമൊക്കെയാണ് നീന്തലും മറ്റും അറിയാമെന്നുള്ളത്. നേവിയിലാണ് അദ്ദേഹം പരിശീലനം കിട്ടിയത്. അവിടെ അങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കുറച്ച് പടയാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭണം എന്തോ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ആരും അറിയാതെ പോയി, ആരും അറിയാതെ തന്നെ വന്നു. പക്ഷേ എന്നും എവിടുത്തെയും അനീതികളെ അദ്ദേഹം എതിർത്തിരുന്നു. അത് സമൂഹത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സ്വന്തം സുഹൃത്തുക്കളും ആണെങ്കിൽ പോലും അനീതി എതിർത്തുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം അതുകൊണ്ടൊരു എല്ലാത്തിനും വ്യത്യസ്തനായ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നുവെച്ചാൽ ഒരു കറ പുരളാത്ത പച്ചയായ മനുഷ്യൻ എന്ന് മലയാള സിനിമയിൽ പറയുന്ന ഒരേ ഒരു നടൻ PJ ആന്റണി മാത്രമല്ല. നാട്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു താരപരിവേഷവും ഇല്ല അദ്ദേഹത്തിന്. ഒരു താരപരിവേഷത്തിനും നിന്നു കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഈ താരങ്ങളിങ്ങനെ അനാവശ്യമായി ആദരിക്കുന്ന രീതി അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. ഒരു ഡയറക്ടറിൻ്റെയോ
ഒരു തിരക്കഥാകൃത്തിൻ്റെയോ ഒരു ക്യാമറേൻ്റെ മിടുക്കമുണ്ട് ഒരു നടൻ ഉയരുകയാണ്. നടന് കഴിവില്ലെന്നല്ല, പക്ഷേ ഇവരെല്ലാം കൂടെ സാങ്കേതികത്വം നിർദ്ദേശങ്ങളിലൂടെ നടൻ വരുന്നത്. നടന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം അടികുറിച്ച് വിശ്വസിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരു രചയിതാവായിരുന്നു. എങ്ങനെ ഒരു നടനെ രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം പള്ളി കൊയർ ടീമിൽ അംഗമായിരുന്നു. വിവിധ തരങ്ങളായ ആ കാലഘട്ടത്തിലെ സംഗീതോപകരണങ്ങൾ അദ്ദേഹം സ്വയം പഠിച്ചെടുക്കുമായിരുന്നു. എല്ലാം വായിക്കാൻ അറിയാമായിരുന്നു അദ്ദേഹം. പാട്ടുണ്ടാക്കാനും ചെറിയ ചെറിയ നാടക സമിതികൾ ഉണ്ടാക്കി അതിനോട് ചെറിയ ചെറിയ നാടകങ്ങൾ എഴുതി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വെച്ച് അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ ഭാവനയിൽ ഉയർന്നു വന്ന അനീതിക്കെതിരെ നിഷേധകമായ നിലപാടിനെടുത്ത അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ചെറിയ നാടകങ്ങളെ രൂപാന്തരപ്പെട്ടു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവപരമായ ആശയങ്ങൾ മനസ്സിൽ ഉറച്ച് അദ്ദേഹം ഇൻക്വിലാബിൻ്റെ മക്കളെതിരെ നാടകം എഴുതി അവതരിപ്പിക്കുകയാണത്. അങ്ങനെ പ്രതിഭ ആർട്സ് ക്ലബ് എന്നൊരു തിയേറ്റേഴ്സ് അതുണ്ടാക്കി ആ പ്രതിഭ തിയേറ്റേഴ്സിൻ്റെ അദ്ദേഹം നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്നു, അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ ശങ്കരാടി ഉണ്ടായിരുന്നു. ഈ പ്രതിഭ തിയേറ്റേഴ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പ്രതിഭയിൽ ചില പൊട്ടിത്തെറികളുണ്ടായി. പ്രതിഭയിൽ പൊട്ടിത്തെറിയുണ്ടാകുകയും പാർട്ടിയുടെ തന്നെ മേൽക്കോയ്മയെ അംഗീകരിക്കാൻ പറ്റാത്ത യഥാർത്ഥ പാർട്ടി വിശ്വാസികൾ പി ജെ ആന്റണിയോട് നിൽക്കും. ഒരു സംഘം ആൾക്കാർ ശങ്കരാടിയുടെ വേറൊരു ഭാഗമായിട്ട് പ്രതിഭ ആർട്സ് ക്ലബും പ്രതിഭ തിയേറ്റേഴ്സുമായി മാറുകയും ചെയ്തു. അതിലൊന്നും നമ്മൾ കിടക്കുന്നില്ല. അത് രാഷ്ട്രീയപരമായ ആശയ വ്യത്യാസങ്ങൾ അതൊന്നും നമ്മുടെ ഈ കലാകാരനെ ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ നിലപാടിനെ ആരെന്നില്ല, സത്യസന്ധമായ നിലപാടുകളിലൂടെ അദ്ദേഹം നിലനിന്നിരുന്നു. ഒന്നിൻ്റെയും പിറക്കെ പോയില്ല. അങ്ങനെ അദ്ദേഹം പ്രതിഭ ആർട്സ് ക്ലബിലൂടെ നാടകങ്ങൾ രചിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ടാണ് ആ നാടകത്തിലൂടെ നാടകം അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാണ്. റിഹേഴ്സൽ ഒക്കെ എഴുതുകയും റിഹേഴ്സലിനൊക്കെ സ്ട്രിക്റ്റായിട്ട് നടന്നുകിടന്മാർ കഥാപാത്രങ്ങളുടെ നോട്ടുകൾ പഠിക്കുകയും നിർബന്ധമായി കാണാതെ പഠിച്ചുകൊണ്ട് വന്ന് റിഹേഴ്സലിൽ പങ്കെടുക്കണം. അങ്ങനെ ഇരിക്കുവാണ് പി ജെ ആന്റണിയുടെ നാടക സമിതിയിലേക്ക് തിലകൻ എന്ന് പറയുന്ന നടൻ വരുന്നത്. തിലകൻ ഒരിക്കലും ഡയലോഗ് കാണാൻ പഠിക്കത്തില്ല, പഠിച്ചുകൊണ്ട് വരുത്തതുമില്ല. പി ജെ ആന്റണി പറഞ്ഞു ഇല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു. തിലകൻ പറഞ്ഞു ഇല്ല നിങ്ങൾ നോക്ക്, റിഹേഴ്സൽ നോക്ക്, ഞാൻ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പി ജെ ആന്റണി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. നോക്കാം, ഈ നടനെ നോക്കാം. പക്ഷേ റിഹേഴ്സലിൽ തിലകൻ അതിഗംഭീരമായ പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഓരോ വരിയും തെറ്റാതെ അതേപടി പ്രോംപ്റ്റിംഗ് ഇല്ലാതെ അഭിനയിച്ച് കാണിച്ചു. അത് വളരെയധികം അത്ഭുതം ഉണ്ടാകുന്ന പി ജെ ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്നോടൊപ്പം വളരുന്ന കലാകാരൻ അംഗീകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. പി ജെ തിയേറ്റേഴ്സിന് എല്ലാ നാടകങ്ങളിലും തിലകന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. തിലകനെ വളർത്തിക്കൊണ്ടുവന്നതിൽ പി ജെ ആന്റണി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രശ്മി, ചവിട്ടിക്കുഴച്ച മണ്ണ്, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നാടകരചനയെ കൂടെ അദ്ദേഹം പതുക്കെ സിനിമയിലേക്ക് കയറുകയായിരുന്നു. മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി രണ്ടിടം കഴിയുന്നൊരു സിനിമ എടുത്തു. അന്നേരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് ആശയങ്ങളുള്ള ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു കഥയാണ് തകഴിയുടെ രണ്ടിടം കഴി. അതിലെ കോരൻ പുലയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സുബ്രഹ്മണ്യം മുതലാളി പി ജെ ആന്റണിയെ രംഗത്ത് അവതരിപ്പിക്കുകയാണ്. അതിലെ പാട്ടിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. കമുകറയും KPSC സുലോചനയും കൂടെ പാടിയ തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ എന്നൊരു പാട്ടുണ്ട്. അത് പി ജെ ആന്റണിയും മിസ് കുമാരിയും കൂടെയാണ് പാടി അഭിനയിച്ചത്. അത് കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു. എനിക്ക് തോന്നുന്നു അരിവാൾ ചുറ്റിക ഒരു കൊടിയടയാളമായിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട സിനിമയും അതാണെന്നാണ്. അങ്ങനെ വിപ്ലവാശയങ്ങളുടെ മൂശയെ വാർത്തത് രണ്ടിടം കഴി തകഴിയുടെ നോവൽ നോവൽ സാഹിത്യത്തിൽ പേരെടുത്താണ് തന്നെ സുബ്രഹ്മണ്യം മുതലാളി സിനിമയിലും അതിനാവിഷ്കരിച്ച് വിജയിപ്പിച്ചു. അതോടെ പി ജെ ആന്റണിക്കും മലയാള സിനിമയിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് ചേർന്ന ക്യാരക്ടർ അദ്ദേഹം ഒരു ചിട്ടകൾ വെച്ചു കൊടുപ്പിച്ചിരുന്നു. MDയുടെ മുറപ്പെണ്ണിൽ അദ്ദേഹത്തിൻ്റെ കാരണവർ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. പഴയ നായർ തറവാടിലെ മൂല്യങ്ങളെയും വ്യക്തിത്വത്തെ ഉറച്ചു പിടിപ്പിച്ചുകൊണ്ട് കരുത്തനായ ആ കാരണവരുടെ വേഷം നമുക്കിന്നും മറക്കാൻ പറ്റത്തില്ല. മുറപ്പെണ്ണിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം പി ജെ ആന്റണിയുടെ തന്നെ ആയിരുന്നു. നീയാ നിശ്ചയിക്കേണ്ടത്. ബാലനും അനിയനും മുതിർന്ന ആൺകുട്ടികളാണ്, അവരോട് ആലോചിച്ച് നിശ്ചയിക്കുക. വലിയേട്ടൻ നിശ്ചയിക്കുന്നതൊക്കെ എനിക്ക് എന്റെ കുട്ടികൾക്കും സമ്മതമാണ്. രണ്ടാളുടെയും കൂടി ഭാരം നിവർത്തിക്കാൻ എന്നെ കൊണ്ടാവില്ല. കേശുവിന്റെ ചെലവ് വേറെ. ഒരാളെ ഞാൻ പഠിപ്പിക്കാം. ആലോചിക്കട്ടെ.
അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കാണ്ടിരിക്കുന്നവനാണോ ഞാൻ? പി ഭാസ്കരൻ, വിൻസെന്റ് മാസ്റ്റർ ഇവർക്കൊക്കെ പി ജെ ആന്റണി വളരെയധികം പ്രിയങ്കരനായിരുന്നു. കാരണം ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്യാരക്ടറിനെ ഒന്നിൽ നിന്ന് തികച്ച് വ്യത്യസ്തമായിരിക്കും മറ്റൊരു ക്യാരക്ടർ. ഭാർഗവി നിലയത്തിലെ വില്ലനെ നമുക്കെടുക്കാം. ഭാർഗവി നിലയത്തിൽ പി ജെ ആന്റണിയുടെ ആ ഉണ്ട കണ്ണ് മാത്രം മതി പ്രേക്ഷകനെ പീഡിപ്പിക്കാൻ. പ്രേം നസീർ എന്ന കഥാപാത്രത്തിനെ പ്രേമിക്കുന്ന വിജയ നിർമ്മലയുടെ മുറിച്ചെടുക്കാനായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവപ്രകടനവും വിൻസെന്റ് മാസ്റ്ററുടെ ക്യാമറയും സംവിധാനം കൊടുത്തിരുന്ന പി ജെ ആന്റണി നമ്മൾ പ്രത്യേക ഒരു തലത്തിലേക്ക് എത്തി. ഇന്നും ജനങ്ങൾ പേടിയോടുകൂടി മാത്രം കാണുന്ന പ്രത്യേക കണ്ണുകളുടെ ഉടമയെ പി ജെ ആന്റണിയെ ഭാർഗവി നിലത്തെ വില്ലൻ ഇന്നും മറക്കത്തില്ല. അത് പി ജെ ആന്റണിക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവാണ്. അമ്മായി, ഒരു സന്തോഷ വാർത്ത. നമുക്ക് പൊടി പൊടിക്കണം. 1000 ആളുകൾക്കെങ്കിലും സദ്യ കൊടുക്കണം. എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ വിൻസെന്റ് മാസ്റ്റർ അന്നേ തന്നെ നോട്ടമിട്ടു ഇദ്ദേഹത്തിലെ നടന്. അദ്ദേഹം എടുക്കുന്ന മിക്ക സിനിമകളിലും പി ജെ ആന്റണിക്ക് ഒരു പ്രത്യേകതരം റോൾ കൊടുത്തിരുന്നു. കൂടാതെ അദ്ദേഹം സുപ്രിയയ്ക്കൊണ്ട് നദി എന്നൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. നദി എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ അടങ്ങിയ ഒരു ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു. പ്രേം നസീർ, ശാരദ, തിക്കുറിശി, പി ജെ ആന്റണി, മധു എല്ലാവരും അഭിനയിച്ച ഒരു മൾട്ടി സ്റ്റാർ ചിത്രം. അതിൽ പി ജെ ആന്റണിയുടെ കഥയായിരുന്നു നദി സിനിമയ്ക്ക്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വേനൽക്കാലത്ത് കെട്ടുവള്ളങ്ങളിൽ സുഖവാസത്തിന് താമസിക്കുന്ന 2-3 കുടുംബങ്ങളിലൂടെ വികസിക്കുന്ന കഥ. അവരുടെ പരസ്പര മത്സരങ്ങളും ദേഷ്യങ്ങളും കലശലുകളും അതിന് ബലിയാടായിത്തീർന്നൊരു കുട്ടിയും പ്രണയവും ഒക്കെ നല്ലവണ്ണം ചിത്രീകരിച്ച അത് പി ജെ ആന്റണിയുടെ ഒരു നാടകത്തിൻ്റെ ആശയമാണ്. വിൻസെന്റ് മാസ്റ്റർക്ക് ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത് സിനിമയാക്കുകയും ചെയ്തു. അപ്പോൾ പി ജെ ആന്റണി അത് നല്ലൊരു കഥാപാത്രം ചെയ്തു. തിക്കുറിശിയുടെ എതിരായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. എപ്പോഴും മദ്യപിക്കുകയും ബഹളം ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ മകളാണ് ശാരദയും അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ കുട്ടിയാണ് ബേബി സുമതിയായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ബഹളത്തിനിടയിൽ ആ കുട്ടി മരണപ്പെടുകയാണ്. ആ മരണത്തോടുകൂടി ആ ശവം അടക്കിന് സഹായിച്ച എതിർ വീട്ടുകാരും മറ്റതുമാണ്. അതോടുകൂടി അവരുടെ ആ കുടുംബ മത്സരങ്ങളും പരാതികളൊക്കെ ആ കുഴിമാടത്തിൽ അവസാനിക്കുകയാണ്. മനുഷ്യ മനസ്സുകളെ ഇത്രത്തോളം ചിന്തോദ്ദീപകമാക്കിയ ആ രചനയിലൂടെ പി ജെ ആന്റണി മലയാളത്തിന്റെ ഏറ്റവും നല്ല എഴുത്തുകാരനുമായിട്ട് മാറി. ഇതുകൊണ്ട് വേണം ഓരോരുത്തരുടെ വലുപ്പം മനസ്സിലാക്കാൻ. വികാരി അച്ഛനെ ചെന്ന് കാണാൻ പോകുന്നതെന്ന് മുല്ലക്കൽ ഓർക്കി ഇതുവരെ ആരോടെങ്കിലും തോറ്റിട്ടുണ്ടോടാ? തോറ്റിട്ടില്ല, തോറ്റില്ല, തോക്കുകയില്ല. എടാ ഇപ്പൊ തോറ്റു മുതലാളിയോ? തോറ്റില്ല. പട്ടി തോറ്റിട്ട് പറയാ എന്നാ തോറ്റു. തോറ്റിട്ടുണ്ട്, തോക്കുകയും ചെയ്യും. ഒരുപാട് കഥാപാത്രങ്ങൾ പറയാനുണ്ട് നമുക്ക് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം പെരിയാർ എന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് തോന്നി കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്നു. കാരണം നിലനിൽപ്പിന് വേണ്ടി ഒരു താരമെന്ന നിലയിൽ പുറത്തിറങ്ങി നടക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും കാണിച്ചു. പക്ഷേ സാമ്പത്തികം നിലനിൽപ്പിന് സിനിമയെ സ്വീകരിച്ചു. ആത്മസംതൃപ്തിക്ക് വേണ്ടി നാടകത്തെ സ്വീകരിച്ചു. അങ്ങനെ രണ്ടിലും ഒരേപോലെ നിലനിർന്ന അദ്ദേഹം മലയാള സിനിമയിലെ ഒറ്റയാനായിരുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത അധ്യായങ്ങളിലേക്ക് കടക്കാം, കൂടുതൽ കഥാപാത്രങ്ങളിലേക്ക്.